എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വെള്ള വഴുതനങ്ങ കൊണ്ട് വളരെ സ്വാദുള്ളൊരു അവിയലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിയലിൻ്റെ പരുവത്തിൽ മുറിച്ചെടുക്കാം. ഉണ്ട് ഈ ഒരു പരുവത്തിൽ കഷ്ണം. ഈ രീതിയിൽ മുറിച്ച് വഴുതനങ്ങ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു കറ പോലുള്ളൊരു ഇത് കാണും, ചെറിയൊരു കയ്പ്പ് കാണും ഇല്ലെങ്കിൽ. പക്ഷേ എനിക്ക് ആ കയ്പ്പ് ഇഷ്ടമാണ്, എന്നാലും ഒന്ന് കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെക്കുക. ഒരു വെള്ളത്തിലിടാതെ വെച്ചിരുന്ന ഒരു കറുപ്പ് നിറം വരും. കണ്ടോ, ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ നിറം മാറിയതുണ്ടോ? ചൂടായിക്കൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ട് വഴറ്റാൻ പോവുക. വഴുതനങ്ങ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് വേണം അവിയൽ വയ്ക്കാൻ, എന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. വഴറ്റാതെയും ചെയ്യാം, ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. പക്ഷെ നിറം ഇച്ചിരി വ്യത്യാസമാവും. ഇങ്ങനെ വഴറ്റുമ്പം ഒരു ബ്രൗൺ ഷെയ്ഡ് വരും, മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രീൻ കളറിയിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ഞാൻ എടുത്ത് വച്ചേക്കുന്നതും കൂടെ ഒന്ന് കീറിയിടാം. ഇത് തൊണ്ടമുളക് ഒരെണ്ണം ഇട്ടു, പച്ചമുളകും ഒരെണ്ണം. ഇത് പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾ ആയതുകൊണ്ട് അധികം നേരം എടുക്കത്തില്ല ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ഞാനൊന്ന് വഴറ്റി. ഇനി അല്പം മഞ്ഞൾ, കാൽ സ്പൂൺ ഇല്ല അതും, പിന്നെ 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയിട്ട് ശകലം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഒരു അരഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ച് അടച്ചു വെച്ചിട്ട് പിന്നെ തീ കുറച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കാം. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 തൊട്ട് 3/4 കപ്പ് വരെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, അത് 1 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം മാക്സിമം, ചെറുതാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജീരകം. ജീരകം നമുക്ക് 3/4 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. മഞ്ഞൾ അതുപോലെ 1/4 ടീസ്പൂൺ. പിന്നെ ഞാൻ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് 1/4 ടീസ്പൂൺ. പിന്നെ ഇടേണ്ടത് കറിവേപ്പിലയാണ്.
ഇതൊരുമിച്ചൊന്ന് നമുക്ക് അവിയലിൻ്റെ പരുവത്തിൽ ഒന്ന് കറക്കിയെടുക്കാം. ഞാൻ വഴുതനങ്ങ അരഭാഗം വെന്തോന്നുള്ളത് നോക്കുകയാണ്. കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി അല്പം പുളി പിഴിഞ്ഞു വാളംപുളി പിഴിഞ്ഞത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നോക്കുക പുളി കറക്റ്റാണോ, നമ്മുടെ പരുവത്തിനുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കൂടെ വേവട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരുപാട് അങ്ങ് ഉടയുന്ന ഇഷ്ടമല്ല, വെന്ത് കുഴഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുന്നത്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക അവിയലിനുള്ള. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അരച്ചതിലും ചേർത്തിരുന്നു. ഇനി മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. നമുക്ക് അവിയൽ ആയോ എന്ന് നോക്കാം. അരപ്പൊന്ന് ആവി കൊണ്ട് കറക്റ്റായിട്ടിരിക്കുക. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയും ഉപ്പുമൊക്കെ കറക്റ്റാണെന്ന് ഇടയ്ക്ക് നോക്കിക്കോണം. ഇനി ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നോട്ടെ. ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ നമ്മുടെ വഴുതനങ്ങ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാനിനി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങാൻ പോവുക. തീ ഓഫ് ചെയ്തു. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വഴുതനങ്ങ അവിയൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. വളരെ ഇഷ്ടപ്പെടും. മോര് കാച്ചിയതിൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും രസത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു അവിയലാണ്. വളരെ ഹെൽത്തിയുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അലക്സ് അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈൽ. ബൈ.